നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ മുന്നിൽ ഒരു വിഷമത കണ്ടാലോ കണ്ണീര് കണ്ടാലോ അല്ലെങ്കിൽ മറ്റെന്ത് സാഹചര്യം ഉണ്ടായാലോ നമുക്കൊരു മനുഷ്യനോട്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും അതേ സമയത്ത് തന്നെ സ്നേഹം തോന്നുകയും വാത്സല്യം തോന്നുകയും ഒന്ന് ചേർത്ത് പിടിക്കാമെന്ന് തോന്നുകയും അതേസമയം തന്നെ ഒന്ന് ഒരു രണ്ടടി കൂടി കൊടുക്കാമെന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള വികാരങ്ങൾ ഒരേ സമയം വന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പോഴിതാ ഒരു കള്ളനോട് മമത തോന്നുന്ന, അല്ലെങ്കിൽ ഒരു കള്ളനോട് അവന്റെ അവസ്ഥ കണ്ട്, അതിദയനീയ അവസ്ഥ കണ്ട് നമുക്കൊരു സഹതാപം തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം പോട്ട ഫെഡറൽ ബാങ്കിൽ 15 ലക്ഷം രൂപ മോഷ്ടിച്ച റിജോ ആന്റണിയെ കാണുമ്പോഴാണ് ഇപ്പോൾ ഈ സാഹചര്യം തോന്നുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കാനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതി കോടതിയിൽ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. തിരിച്ച് പോലീസ് വന്ന് സംസാരിക്കുമ്പോഴും പോലീസ് ജീപ്പിൽ കയറുമ്പോഴും ഒക്കെ തന്നെ തനിക്കുണ്ടായ തന്റെ ഈ ഒരു അവസ്ഥയോർത്ത് അയാൾ പൊട്ടിക്കരയുകയാണ്. സത്യത്തിൽ ആ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കും ഒന്നൊരു നൊമ്പരം തോന്നും, നമുക്കും ഒന്നൊരു സഹതാപം തോന്നുകയാണ്. പൊട്ട ബുദ്ധിയിൽ, ഒറ്റ ബുദ്ധിയിൽ തോന്നിയ ഒരു തോന്നലിന്മേലാണ് ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. നാട്ടിൽ അത്യാവശ്യം നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന കുടുംബം, നന്നായി പഠിക്കുന്ന 2 മക്കൾ, +1-ലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 ചെറിയ മക്കളാണുള്ളത്. ഇളയ മകളുടെ ആദ്യ കുർബാന അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. തുടർന്ന് ഗൾഫിൽ നിന്നും നഴ്സായ ഭാര്യ കുവൈറ്റിൽ നിന്നും എത്തുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്ന നിമിഷത്തിൽ ഈ മദ്യപാനവും അതുപോലെ തന്നെ അനാവശ്യ ധൂർത്തും ആഡംബര ജീവിതവും ഒക്കെയാണ് ഈ ഒരു ഗതിയിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചത്. പൊട്ട ബുദ്ധിയിൽ തോന്നിയ ആ തോന്നലിന്മേലാണ് ബാങ്കിൽ പോയി കവർച്ച നടത്തിയത്. പക്ഷേ കൃത്യമായി തന്നെ ആസൂത്രണം നടത്തിയതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് ഒരു കൊലപാതകം, തന്റെ ഒറ്റ ബുദ്ധിയിൽ തോന്നിയ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതൊരു കൊലപാതകമാകാതിരിക്കുമോ എന്ന ചോദ്യമൊക്കെ പോലെ തന്നെയാണ് 15 ലക്ഷം രൂപ ഇത്രയും വിദഗ്ധമായി തന്നെ മോഷ്ടിച്ചെടുത്തതിന് ശേഷം കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന ചോദ്യമുണ്ട്. എന്തായാലും മദ്യപാനം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ റിജോ ആന്റണിയുടേത്. സത്യത്തിൽ ആ മക്കളുടെയും ആ കുടുംബത്തിന്റെയും റിജോയുടെയും അവസ്ഥ അതീവ ദയനീയം തന്നെയാണ്. ഈ ഒരു ദൃശ്യം കാണുമ്പോൾ, റിജോ പൊട്ടിക്കരയുന്ന ആ ദൃശ്യം കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം തോന്നും. ഒരു മനുഷ്യൻ അവന് ഇതിനു മുൻപോ പിൻപോ ഒന്നും തന്നെ വലിയ രീതിയിൽ മോഷ്ടിച്ച പരിചയമോ അല്ലെങ്കിൽ ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്തൊരാൾ സ്വന്തം ഭാര്യയുടെ മുന്നിൽ കള്ളനാകാതിരിക്കാൻ വേണ്ടി, സ്വന്തം ഭാര്യയുടെ മുന്നിൽ തെറ്റുകാരനാകാതിരിക്കാൻ വേണ്ടി, ഭാര്യ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത വലിയൊരു അപരാധം, വലിയൊരു തെറ്റ്, അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഷമത അനുഭവിക്കുന്നത് ആ മക്കളും ആ കുടുംബവുമായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ദൃശ്യം കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ തന്നെ നോക്കിയാലും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആദ്യമായി ഒരു കള്ളനെ കാണുമ്പോൾ പാവം തോന്നുന്നു, സഹതാപം തോന്നുന്നു. അയാളുടെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ അറിവില്ലായ്മ, വിവരക്കേട്, അതാണ് ഇയാളെ കൊണ്ട് ഇവിടെ എത്തിച്ചത്. എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ, അങ്ങനെ തോന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വീട്ടിലേക്കാണ് ഇനി തെളിവെടുപ്പ് നടത്തുന്നത്. എങ്ങനെ വീട്ടിൽ പോയി മക്കളെയൊക്കെ ഒന്ന് കാണും എന്നടക്കമുള്ള ചോദ്യമുണ്ട്. തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാങ്കിൽ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം സുഹൃത്തിന് 2 ലക്ഷം രൂപ കൈമാറിയിരുന്നു. ആ വീട്ടിലും പോയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇന്ന് ഇയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ പോലീസ് ആദ്യം ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് തൊട്ട് മുൻപായി, മണിക്കൂറുകൾക്ക് മുൻപാണ് അവിടെ കുടുംബസംഗമം അടക്കം നടന്ന വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടന്നിരുന്നു. വലിയ രീതിയിൽ സന്തോഷപൂർവ്വം നടന്നിരുന്ന വീട്ടിലാണ് പെട്ടെന്ന് സംഭവ വികാസങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു പാഠമാണ്. സത്യത്തിൽ സ്വന്തം ഭാര്യ അധ്വാനിക്കുന്ന പണം കൊണ്ട് മദ്യപിച്ച് ധൂർത്താടി ആഡംബര ജീവിതം നയിച്ചിട്ട് അതിനുശേഷം എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ കടം തീർക്കാമെന്ന് കരുതി ഇത്തരം പൊട്ട ബുദ്ധിക്ക് പുറമെ എടുത്തു ചാടുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള പാഠം കൂടിയാണ് റിജോ ആന്റണി എന്ന ഇയാൾ.